രജിസ്ട്രേഷൻ ഓർഡറിനെ പറ്റിയും ജോയിനിങ് റിപ്പോർട്ടിനെ പറ്റി അറിയാത്തതുകൊണ്ട് അയാൾക്ക് പല നുണകളും പറയാൻ പറ്റും. ആദ്യം അയാൾ പറഞ്ഞു ഞാൻ സിനോപ്സിസ് കൊടുത്തില്ലെന്ന്. നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്തല്ലേ പിള്ളേരെ എടുക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ സിനോപ്സിസിന്റെ കോപ്പി തന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 5 സിനോപ്സിസുകളുടെ കോപ്പി എനിക്ക് കാണിക്കാൻ പറ്റും. തന്നിട്ട് ഉണ്ട് എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ പിന്നെ നുണ പറയേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഈ 5 സിനോപ്സിസ് ഒറ്റയടിക്ക് അങ്ങ് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. നമ്മൾ കുറെ കാലം ഇതിനെപ്പറ്റി വായിച്ച് അതിന്റെ റെഫറൻസ് അടക്കം കൊടുത്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് വന്ന് നുണ പറഞ്ഞിട്ട് 5 സിനോപ്സിസിന്റെ കോപ്പി അങ്ങ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. ഞാനത് സ്ക്രീൻഷോട്ട് അടക്കം കാണിക്കാം. പിന്നെ രണ്ടാമത് പറയുന്നു, നിങ്ങൾ പറയുന്നു ഞാൻ സിനോപ്സിസ് തന്നിട്ടില്ലെന്ന് നുണ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് CM-ന് കൊടുത്ത മറുപടിയിൽ ഞാൻ സിനോപ്സിസ് തന്നെന്ന് എഴുതി വെച്ചത്? പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ കൊടുത്ത വിഷയത്തില് ഇവിടെ വിഷയ വിദഗ്ധരില്ലെന്ന്. അപ്പൊ തന്നെ ഞാൻ നുണ പറഞ്ഞില്ല, നുണ പൊളിഞ്ഞു. ഞാൻ സിനോപ്സിസ് തന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? വിഷയ വിദഗ്ധൻ ഇല്ലെന്ന്. അപ്പൊ പിന്നെ ഞാൻ സിനോപ്സിസ് കൊടുത്തു എന്നല്ലേ അതിനർത്ഥം. പിന്നെ ഡോക്ടർ അരുൺ ബാബുവിന്റെ CV അത് ഈ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റില് എൻവയോൺമെന്റ് സയൻസിന്റെ ഫാക്കൽറ്റിയുടെ അവിടെ പോയിട്ട് ഡോക്ടർ അരുൺ ബാബുവിന്റെ സിനോപ്സിസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ കൊടുത്ത സിനോപ്സിസ് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് മൈക്രോപ്ലാസ്റ്റിക് ആണ്. ഈ അരുൺ ബാബുവിന്റെ മൈക്രോപ്ലാസ്റ്റിക്കിലാണ് ഇതാക്കുന്ന വൈദഗ്ധ്യം ഏറ്റവും മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാം. പച്ച നുണയാണ് വിളിച്ചു പറയുന്നത്. 2.5 വർഷമായിട്ട് എന്റെ DC നടത്തിയിട്ടില്ല. 6 മാസത്തിൽ നടത്തേണ്ടതാണ്. എന്തുകൊണ്ട് നടത്തിയില്ല? അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ DC നടത്താതെ നിങ്ങൾ എങ്ങനെയാണ് ഈ 3 തവണ ഗൈഡിനെ മാറി തന്നത്? ഈ ഗൈഡ് സ്ഥിരമാകുന്നത് DC നടന്നു കഴിയുമ്പോഴാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ തീരെ ബുദ്ധിയില്ലേ? അങ്ങനെയൊക്കെ നുണ പറയാവോ? അത് ആളുകൾ കയ്യോടെ പൊക്കില്ലേ? നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? DC നടത്തിയിട്ടില്ലേ, എന്നിട്ടാണ് ഇവര് 3 തവണ സാധനം മാറ്റിയെന്ന് നുണ പറയുന്നത്. പിന്നെ പറയുന്നു മൈക്രോപ്ലാസ്റ്റിക്കിൽ വൈദഗ്ധ്യം ഇല്ലെന്ന് പറയുന്നു. പിന്നെ ഒരു നുണ പറഞ്ഞു ഡോക്ടർ അരുൺ ബാബുവിന്റെ ഗൈഡേ അല്ലെന്ന്. അതിന് ഞാൻ രജിസ്ട്രേഷൻ ഓർഡറും ജോയിനിങ് ലെറ്ററും കാണിക്കാം. ഈ നുണയൻ ഭരതൻ തന്നെ ഒപ്പിട്ട് വെച്ചേക്കുന്ന ജോയിനിങ് ലെറ്ററും രജിസ്ട്രേഷൻ ഓർഡറും ഞാൻ കാണിക്കാം. മനുഷ്യരായ കുറച്ചെങ്കിലും അന്തസ് വേണം. ഞാൻ എല്ലാ തെളിവോടും കൂടിയാ പറയുന്നത്. അതല്ല അദ്ദേഹം പറഞ്ഞത് ഇവിടെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഗൈഡ് ഇല്ല എന്നും ലാബ് ഇല്ല എന്നും അതുകൊണ്ട് പുതിയ നിർദ്ദേശിക്കാൻ അനഘയോട് പറഞ്ഞെന്നുമാണ്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചു. ഇവിടെ പറയുന്നത് ഇവിടെ നല്ല ലാബും ഗൈഡും ഒന്നും ഇല്ലെന്നാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ റിസർച്ചേഴ്സിന് എടുക്കുന്നത് ലാബ് ഇല്ലെങ്കിൽ? പിന്നെ ഉള്ള ലാബ് തുറന്നു തരാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? തൂക്കാനും തുടയ്ക്കാനും നിങ്ങൾ അകത്ത ആളെ കയറ്റുന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി എന്തുകൊണ്ട് കയറ്റുന്നില്ല? ഇനി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംഭവം തരാം, ഒരു ലെറ്റർ തരാം, പുറത്തെ ലാബ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് തന്നില്ല? അത് എത്ര തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് KCSTയുടെ ഫെലോഷിപ്പ് ഉള്ളതാണ്. അത് പഠിക്കാൻ തരുന്ന പണമാണ്. അത് വെച്ച് എനിക്ക് മറ്റു ലാബ് ഉപയോഗിക്കാം. അത് എന്തുകൊണ്ട് തന്നില്ല? ഭരതൻ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. മനുഷ്യനായ കുറച്ച് അന്തസ്സെങ്കിലും വേണം ഇടോ. യൂണിവേഴ്സിറ്റിയിലെ ജാതി വിവേചനം അവസാനിപ്പിക്കുക. കേരളം പിന്നെയും ജാതി ഭ്രാന്താലയമായി കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ പ്രത്യേകിച്ച് പഠിച്ചവരുടെ ജാതി രാഷ്ട്രീയം വ്യക്തമാക്കുന്നതാണ് തിരൂർ മലയാളം സർവകലാശാലയിലെ അനഘ ശശിയുടെ അനുഭവം. 2024 മാർച്ച് 27 ആണ് അനഘ ശശി മലയാളം സർവകലാശാലയിലെ പരിസ്ഥിതി വകുപ്പിന് കീഴിൽ മൈക്രോ പ്ലാസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാനുള്ള PhD അഡ്മിഷൻ നേടുന്നത്. അവിടെ ഡോക്ടർ അരുൺ ബാബു എന്ന് പറയുന്ന ആളിൻ്റെ കീഴിലായിരുന്നു അവരുടെ ഗവേഷണം ആരംഭിച്ചത്. MSc കഴിഞ്ഞ് നെറ്റും പാസ്സായി ഫെലോഷിപ്പ് നേടിക്കൊണ്ടാണ് അനഘ ശശി അവിടെ എത്തിയത് എങ്കിൽ ഡോക്ടർ അരുൺ ബാബുവിനെ പോലെയുള്ള ഒരു മാടമ്പി പറഞ്ഞത് തനിക്ക് കറുത്ത മനുഷ്യരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ജാതിപീഡനം അല്ലെങ്കിൽ വർണ്ണപീഡനം യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ജീവിതം അപ്പാടെ തകർക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2.5 വർഷമായി ഈ ഗവേഷണ മേഖലയിൽ നടന്നിട്ട് ആ കുട്ടിക്ക് ഇതുവരെ ഡോക്ടർ കമ്മിറ്റി കൂടുകയോ അതിന് വേണ്ടുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്തുകൊണ്ട് ആ കുട്ടിയെ സഹായിക്കുന്ന യാതൊരു നിലപാടും എടുത്തില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എത്ര ക്രൂരമായാണ് ഒരു യൂണിവേഴ്സിറ്റി അതിലൊരു വിദ്യാർത്ഥിനിയോട് പെരുമാറുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കുട്ടി അനഘ ശശി കോഴ്സ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അത് തനിക്ക് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ
അവിടുത്തെ രജിസ്ട്രാർക്കും BC-ക്കും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വരെ പരാതി കൊടുത്തിട്ടും ആ കുട്ടിയുടെ പരാതി പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഈ വിഷയം കേരള യുക്തിവാദി സംഘം അനഘ ശശിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ തിരൂർ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BC-യെയും രജിസ്ട്രാറേയും കാണുകയും ചെയ്തു. രജിസ്ട്രാർ ഞങ്ങളോട് പറഞ്ഞത് വളരെ പച്ചനുണയാണ് രജിസ്ട്രാർ ഡോക്ടർ ഭരതൻ ഞങ്ങളോട് പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് അനഘ ശശി സിനോപ്സിസ് നൽകിയിരുന്നില്ല എന്നാണ്. എന്നാൽ അനഘ ശശി തന്നെ അതേക്കുറിച്ച് വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. താൻ 5 സിനോപ്സിസ് നൽകിയെന്നും തൻ്റെ സിനോപ്സിസ് അംഗീകരിച്ചുകൊണ്ടാണ് തനിക്ക് അഡ്മിഷൻ നൽകിയത് എന്നുമാണ് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ ഡോക്ടർ അരുൺ ബാബു എന്ന് പറയുന്ന ആളിൻ്റെ കീഴിലാണ് അദ്ദേഹം ഈ വിഷയത്തിൽ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് എന്ന് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ രജിസ്ട്രാർ ഞങ്ങളോട് പറഞ്ഞത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ വിഷയത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന അനഘ എടുത്ത വിഷയത്തിൽ വളരെ ആധികാരികമായ ഒരു ഗൈഡ് യൂണിവേഴ്സിറ്റി ഇല്ല എന്നും അതിന് പര്യാപ്തമായ ലാബ് അവിടെ ഇല്ല എന്നുമാണ്. ഇത് വളരെ പച്ച നുണയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വേണ്ടത്ര കഴിവുള്ള ഗൈഡുകളില്ല എങ്കിൽ, അതിന് പര്യാപ്തമായ ലബോറട്ടറി ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരമൊരു വിഷയത്തിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തത് എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ഈ ഭരതന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സമരം തുടങ്ങിയതിന് ശേഷം വളരെ കൃത്യമായി SC/ST സെൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ആ സെല്ലിന് പരാതി കൊടുത്തിട്ടും വളരെ കൃത്യമായൊരു മറുപടിയൊന്നും അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രിയിൽ ആ കുട്ടി സമരം തുടങ്ങിയിട്ട് ഏതാനും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആ പോലീസ് വന്നത്. പോലീസ് മൊഴിയെടുക്കാൻ തയ്യാറ്. പക്ഷേ പോലീസ് FIR പോലും വളരെ ദുർബലമായിട്ടുള്ള SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള നടപടിയല്ല എടുത്തത് എന്ന് മാത്രമല്ല, ഈ നിയമം അനുസരിച്ചാണെങ്കിൽ DYSP റാങ്കിൽ കുറയാത്ത ഒരാൾ വേണമെന്ന് മൊഴിയെടുക്കാനും നടപടി സ്വീകരിക്കേണ്ടതെങ്കിലും തിരൂർ SI ആണ് അതിനുവേണ്ടി അവളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് എന്നത് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ആ നടപടിയുടെ തെളിവാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടി ഗവേഷണം നടത്തിയ ഒരു ദലിത് വിദ്യാർത്ഥിനി ഗവേഷണം നടത്തി ഒരു ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറയുന്നതിൽ, അവൾക്കൊരു ജീവിത സന്ധാരണം കണ്ടെത്തുക എന്ന് പറയുന്നതിലുള്ള കുശുമ്പ്, ജാതി വെറിയാണ് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയെ നയിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയെ പിന്തുണച്ചു വന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അവിടുത്തെ ഗവേഷണ വിദ്യാർത്ഥിനിയെ പോലും ഭയങ്കരമായി ഭീഷണിപ്പെടുത്തിയെന്ന് മുഹമ്മദ് റിയാസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ അനഘ ശശി ഞങ്ങളോട് പറഞ്ഞ കാര്യം, അനഘ ശശി മീഡിയയായിട്ട് പറഞ്ഞൊരു കാര്യം, താൻ 2.5 വർഷമായി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ഇന്നുവരെയും താൻ ഗവേഷണം നടത്തേണ്ടുന്ന ലാബിൽ തന്നെ പ്രവേശിപ്പിക്കുകയോ തനിക്ക് താമസിക്കുന്ന സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷിതം നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അധ്യാപകർ തന്നെ കാണുമ്പോൾ വളരെ മോശമായി സംസാരിക്കുകയും പുറത്തു നിൽക്ക്, അവിടെ ഇരിക്ക്, അവിടെ തുളച്ചിട്, മുറി അടിച്ചു വാര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ട് ഒരു PG വിദ്യാർത്ഥിനിയെ, നെറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിനിയെ കൊണ്ട് തൂത്തുവാരിക്കുകയും പൊടി ഉടപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് യൂണിവേഴ്സിറ്റി നടക്കുമ്പോൾ തന്നെ അവൾ താമസിക്കുന്ന സ്ഥലത്ത് തൻ്റെ സഹപാഠിനിയായ SFI നേതാവ് വിദ്യാർത്ഥിനിയുടെ കൂടിയാണ് താമസിക്കുന്നത്. ആ കുട്ടിയാകട്ടെ ഇവളെ റാഗ് ചെയ്യുന്ന രീതിയിലുള്ള നടപടികളാണ് ചെയ്യുന്നത്. ജാതീയമായ ഐത്തപരമായിട്ടുള്ള നിലപാടുകളെടുക്കുന്നതിനെതിരെ പരാതിപ്പെട്ടിട്ട് നാളിതുവരെ ഇവർക്കാർക്കുമെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളം ഇന്നലെ വരെ വലിയ പ്രബുദ്ധതയുടെയും മാഹാത്മ്യത്തിലൊക്കെ കാര്യം പറഞ്ഞുവെങ്കിൽ ആ പ്രബുദ്ധതയും മാഹാത്മ്യമൊക്കെ വെറും ഭാഷാന്തരം മാത്രമാണ് എന്നും യാതൊരു അർത്ഥമില്ല എന്നും അനഘ ശശിയുടെ അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇത് കേരളത്തെ സംബന്ധിച്ച് ഒരു പുതിയൊരു സംഭവമൊന്നുമല്ല. തിരുവനന്തപുരത്ത് വിപിൻ മോഹൻ വിജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ MA, MPhil, MEd കഴിഞ്ഞ് സംസ്കൃതത്തിൽ ഗവേഷണം നടത്തുന്ന വിപിൻ വിജയന്, അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് രാത്രിയിൽ ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ആ ചെറുപ്പക്കാരൻ സംസ്കൃതത്തിലെ PhD എഴുതിയെങ്കിൽ അവിടെ CN വിജയകുമാരി എന്ന് പറയുന്ന ആ സ്ത്രീയെ ഇയാളുടെ പ്രൈവറ്റ് ഡിഫൻസ് നടക്കുന്ന ദിവസം, അതായത് തീസിസ് പൂർത്തീകരിച്ചു, ഗൈഡിന് മുന്നിൽ അല്ലെ പബ്ലിക്കിന് മുന്നിൽ വെച്ച് തൻ്റെ പ്രൈവറ്റ് ഡിഫൻസ് നടക്കുന്ന സമയത്ത് അവയാളുമായി ഈ ഗൈഡ്, ഈ വിപിൻ മോഹൻ്റെ ഗൈഡ് പോലും അല്ലാത്ത CN വിജയകുമാരി കയറി അതിനെ തടസ്സപ്പെടുത്തുകയും 2.5 മണിക്കൂർ നീട്ടിക്കൊണ്ടു പോവുകയും
ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഹൃദയ സംബന്ധമായ രോഗമുള്ള വിപിൻ മോഹൻ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യേണ്ടി വന്നു. എന്താണ് വിജയകുമാരി പറഞ്ഞതെന്നറിയാമോ? കണ്ട പുതിയനും പറയനും പഠിക്കാനുള്ളതല്ല സംസ്കൃതമെന്നും അവർ പഠിക്കുന്നതിലൂടെ ഈ സംസ്കൃതത്തിന്റെ കുലീനത്വം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. ഇത് കേരള യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറഞ്ഞത് വളരെ കൃത്യമായി ഈ പറയുന്ന ദരിദ്രരെയും ന്യൂനപക്ഷങ്ങളെയും പിന്നാക്കരെയും ഒക്കെ വളരെ ഭീകരമായി വേട്ടയാടുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളാണ്. വിപിൻ മോഹൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ ഈ വിജയകുമാരിയെ പോലുള്ള ആളുകളുടെ പീഡനം കൊണ്ട് സഹിയിട്ട് പഠിപ്പ് അടുത്ത് നിർത്തിപ്പോയി എന്നാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിൽ, കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റിയിലെ ദീപാ മോഹൻ എന്ന് പറയുന്ന പെൺകുട്ടി. അവള് മൈക്രോ സയൻസിലെ വളരെ ഗവേഷണം നടത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ തന്നെ അനഘ ശശിക്ക് സംഭവിച്ച പോലെ തന്നെ അന്നും ഈ MG യൂണിവേഴ്സിറ്റിയുടെ ലാബിൽ അവളെ കയറ്റില്ല, ഇരിക്കാൻ കസേര കൊടുക്കില്ല. അങ്ങനെ ഭയങ്കരമായ സംഭവമായി, അത് പ്രതിഷേധമായി, ക്യാമ്പസുകൾ സമരമായി, പോലീസ് കേസായി. അങ്ങനെയായിട്ട് പോലും അതിനെതിരെ നടപടിയെടുക്കാൻ MG യൂണിവേഴ്സിറ്റി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ 3-4 പേര് പ്രത്യേകമായ കമ്മീഷൻ ഉണ്ടാക്കി ആ കമ്മീഷൻ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയുണ്ടായതാണ്. വളരെ കൃത്യമായും ആ പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന ആ പീഡനം അഥവാ അയിത്തം എത്രമാത്രമാണെന്ന് വ്യക്തമായി. എന്നിട്ട് ഒടുവിൽ ദീപാ മോഹന് 1 മാസത്തോളം യൂണിവേഴ്സിറ്റി കവാടത്തിൽ സത്യാഗ്രഹം ചെയ്യേണ്ടി വന്നു. നിരവധി സാമൂഹിക പ്രസ്ഥാനങ്ങളും വ്യക്തികളുമൊക്കെ നടത്തിയ ഇടപെടലിലൂടെ ആ സമരത്തിലൂടെയാണ് ദീപാ മോഹന് പിന്നീട് തന്നെ ഗവേഷണം തുടരാൻ കഴിഞ്ഞതും ഇന്ന് ദീപാ മോഹൻ ഇന്ന് ഡോക്ടറേറ്റുകാരി ആയി മാറിയതും. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിനങ്ങളിൽ നിതിൻ രാജിൻ്റെ കാര്യത്തിൽ സംഭവിച്ച് നമുക്കറിയാം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിതിൻ രാജ് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്? യഥാർത്ഥത്തിൽ ആത്മഹത്യയായിരുന്നില്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറായിരുന്നു. അഞ്ചരക്കണ്ടി ഏപ്രിൽ 10-ാം തീയതി അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജ് മരിച്ചിട്ട് 100-ാം ദിവസമാണ് അതിൻ്റെ പ്രതിയായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലീസ് തന്ത്രപൂർവ്വം ഉപയോഗിച്ച ആ രീതികൾ കൊണ്ട് പിറ്റേ ദിവസം തന്നെ റാമിന് ജാമ്യം ലഭിച്ചെന്ന് മാത്രമല്ല, ഇതിൽ കൂട്ടുപ്രതിയായിരുന്ന സംഗീത നമ്പ്യാരെ നാളിതുവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിട്ടില്ല. വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ക്യാമ്പസിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ മാത്രമായൊരു പ്രശ്നമല്ല. ദലിത് വിദ്യാർത്ഥികൾ ഉന്നത പഠന മേഖലയിലേക്ക് എത്തുമ്പോൾ അവരെ വളരെ കൃത്യമായ ആസൂത്രിതമായ പദ്ധതികളിലൂടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആലോചന, ഒരു മാഫിയ പ്രവർത്തനം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നു എന്നതിനെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നമുക്കറിയാം 2016 രോഹിത് വെമുല ആത്മഹത്യ ചെയ്യുമ്പോൾ രോഹിത് വെമുല എഴുതി വെച്ച ഒരു വാചകമുണ്ട്, എൻ്റെ ജന്മമാണ് എൻ്റെ ശാപം. താനൊരു ദലിത് കുടുംബത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ടാണ് യഥാർത്ഥ രോഹിത് വെമുലയ്ക്ക് വളരെ ക്രൂരമായ പീഡനങ്ങൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഏൽക്കേണ്ടി വന്നതും ഒടുവിലേക്ക് ഗത്യന്തരമില്ലാതെ തൻ്റെ ഗ്രാൻഡ് മുടക്കി, തൻ്റെ ഫെലോഷിപ്പ് മുടക്കി, തൻ്റെ പഠനം അസാധ്യമാക്കി, തന്നെ റൂമിൽ നിന്ന് ഇറക്കി വിട്ട് അവസാനം ഒരുപാട് കയറിൽ രോഹിത് വെമുല ആത്മഹത്യയല്ല, യഥാർത്ഥത്തിൽ അതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ആ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെയായിരുന്നു പായൽ തഡ്വി എന്ന് പറയുന്ന ഡോക്ടർ, MDക്ക് പഠിച്ചിരുന്ന ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നത്. 2023 ദർശൻ സോളങ്കി ആത്മഹത്യ ചെയ്യുന്നത്. ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിനനുസൃതമായ സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കേണ്ടതും രാഷ്ട്രീയമായി നമ്മളെയൊക്കെ നാണം കെടുത്തേണ്ട കാര്യവുമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ആത്മഹത്യകൾ അഥവാ കൊലപാതകങ്ങൾ NCRBയുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ 65% വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2018 വരെ 8423 മരണങ്ങളാണെങ്കിൽ 2023 13,892 മരണങ്ങളാണ് NCRBയുടെ കണക്കിൽ വരുന്നത്. ഇതൊക്കെ തന്നെ SCകളും STകളും OBCകളുമായുള്ള കുട്ടികളാണ് ഈ പറയുന്ന ആത്മഹത്യാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. 2004-2024 115 ദളിത് കുട്ടികൾ മാത്രം യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ ഈ പറയുന്ന പോലെ ഗതികേടുകൾ കൊണ്ട് തൻ്റെ പഠനം മുടക്കപ്പെടുന്നതുകൊണ്ട് ഭാവി തകർക്കപ്പെടുന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് 2019-20 കാലത്ത് 173 പരാതികളും 23-24 കാലത്ത് 378 പരാതികളും ലഭിച്ചിട്ടും ആ പരാതികളിൽ മേൽ കാര്യമായ അന്വേഷണം നടക്കുകയോ നിലപാടിലെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ്
സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ IITകളിൽ IIMകളിൽ കഴിഞ്ഞ വർഷങ്ങൾ നടന്ന ആത്മഹത്യ 2014-21 കാലത്ത് 122 കുട്ടികളാണ് അവിടെ ആത്മഹത്യ ചെയ്തത്. അതിൽ SC 24, ST 3, OBC 41 എന്നായിരുന്നു കണക്ക്. നോക്കൂ, ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഇന്നും കയറാൻ കഴിയാത്ത അവസ്ഥ. എങ്ങനെയെങ്കിലും കയറിയാൽ തന്നെ അവിടെ പഠനം തുടരാനാവാതെ ജീവിതം ഒടുക്കിപ്പോകേണ്ടുന്ന ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ IITകളിൽ IIMകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിപ്പ് നിർത്തിപ്പോയവർ SC 3655 പട്ടികജാതിക്കാരും 3213 പട്ടികവർഗക്കാരും 6753 പിന്നോക്ക വിഭാഗം കുട്ടികളും പഠിപ്പ് നിർത്തിപ്പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഗൈഡില്ലാതെ IIT ഡൽഹിയിൽ 637 കുട്ടികളും IIT ഭിലായിൽ 237 കുട്ടികളും പഠനം നിർത്തി പോകേണ്ടി വന്നു എന്നുള്ളത് ദേശീയമായ കണക്കാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? മനുസ്മൃതിയുടെയും പരാശര സ്മൃതിയുടെയും കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ഇന്ത്യൻ ഭരണഘടന ഒരു രാജ്യത്തെ ജനതയ്ക്ക് നൽകുന്ന അവകാശങ്ങൾ ആർട്ടിക്കിൾ 14, 15, 16 വിവേചനങ്ങൾക്കും ഐക്യത്തിനെതിരായ സംരക്ഷണം, ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം എന്ന് മാത്രമല്ല, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് BNS അനുസരിച്ച് ഇത്തരം ഐക്യം ആചരിക്കുക എന്ന് പറയുന്നത് കുറ്റകരമാണ് എന്നിരിക്കെ, ശിക്ഷാർഹമാണെന്നിരിക്കെ ഇതിന്മേൽ യാതൊരു അന്വേഷണം നടക്കുന്നില്ല, പോലീസ് അന്വേഷിക്കുന്നില്ല, നിയമ നടപടികൾ എത്തുന്നില്ല, കോടതികളിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നാട്ടി ഓടിക്കപ്പെടുകയും പഴയതുപോലെ ദൂരത പരിവർജിക്കുന്ന വിധത്തിൽ നാട്ടിലെ പ്രമാണിമാരാൽ അകറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. 2015 ഡോക്ടർ മീനാക്ഷി ഗോപിനാഥ് ചെയർപേഴ്സണായ ന്യൂഡൽഹി ശ്രീറാം കോളേജിലെ എക്സ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ മീനാക്ഷി ഗോപിനാഥ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ സർവകലാശാലയിലെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്നു 2014. ഡോക്ടർ ഷീന ഷുക്കൂർ, R ശ്രീലേഖ, ജസ്റ്റിസ് ചന്ദ്രു, ചിന്താ ജെറോം, ഫാത്തിമ തഹ്ലിയ അടക്കം 10ലേറെ ആളുകളുണ്ടായിരുന്ന ആ കമ്മീഷൻ 2015 ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്യാമ്പസ് സുരക്ഷിതമല്ല എന്നാണ്. അതായത് ക്യാമ്പസിൽ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുന്നില്ല, വിവേചനം ഭീകരമാണ്, അക്രമം മാത്രമല്ല ബലാത്സംഗങ്ങൾക്ക് വരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾ വിധേയരാക്കപ്പെടുന്നു. ലിംഗസമത്വം എന്ന് പറയുന്നത്, ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളിൽ ഇല്ല എന്നും, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് പെൺകുട്ടികളാണ്, ഏറ്റവും കൂടുതൽ അധ്യാപകർ സ്ത്രീകളാണ് എന്നിട്ട് പോലും കേരളത്തിലെ സർവകലാശാലകളിൽ ഈ പറയുന്ന ലിംഗസമത്വം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അക്രമങ്ങൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നുവെന്നും ഈ പറയുന്ന വിവേചനങ്ങൾ സംഭവിക്കുന്നുവെന്നുമാണ്. പക്ഷേ 2015 ഈ കമ്മീഷൻ വന്നിട്ട് 11 വർഷങ്ങൾക്ക് ശേഷവും ഇതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ഭരണകൂടത്തിന് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല എന്നാണ്. രോഹിത് വെമുലയുടെ മരണത്തിന് ശേഷം രോഹിത് വെമുല ആക്ട് എന്ന പേരിൽ ഒരു നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പാസ്സാക്കപ്പെട്ട നിയമം അനുസരിച്ച് ഇത്തരം അയിത്തത്തിന് വിധേയമാകുന്ന ആളുകൾ, അയിത്തത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ അതികർശനമായ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഈ നിയമം കേരളത്തിൽ ഇന്നുവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാഴികയ്ക്ക് 40 വട്ടം നവോത്ഥാനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും പ്രസംഗിക്കുന്ന ആളുകൾ യാതൊരു കാരണവശാലും ഒരു രാജ്യത്തെ ഒരു ജനത അനുഭവിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഈ അവസ്ഥകൾക്ക്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുന്ന നേരിടുന്ന ഈ പ്രശ്നങ്ങൾ കുട്ടികളെ മരണത്തിലേക്ക് തള്ളിയിടുന്ന, ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന വിധത്തിലുള്ള ഇത്തരം സംഭവങ്ങളിൽ ഈ പറയുന്ന നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ അപജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, സാഹോദര്യത്തിന്റെ സമത്വത്തിന് മറ്റൊരു പേരാണ് ജനാധിപത്യമെന്ന്. അത്രയൊരു ജനാധിപത്യ അവസ്ഥയിൽ, ഒരു ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ആ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറയ്ക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പോലും ജാതിക്കും വർഗീയതയ്ക്കും അതീതമാകുന്നില്ല എന്നതും, അതേക്കുറിച്ച്
നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, മഹിളാ പ്രസ്ഥാനങ്ങൾ നിശബ്ദത പാലിക്കുന്നു എന്നത് നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. അനഘ ശശിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട് അനഘ ശശിയുടെ പിന്നിലേക്ക് വരുന്നത് ദലിത് സംഘടനകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതൊരു ജാതി സംഘടനയുടെ പ്രശ്നമായിട്ടാണ് എടുക്കപ്പെടുന്നത് എങ്കിൽ അതല്ല അതിൻ്റെ രാഷ്ട്രീയം. മറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ കേരളത്തിലെ മഹിളാ പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ അനഘ ശശിയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? ഇവിടെ ലിംഗസമത്വത്തെക്കുറിച്ച്, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന വാചാലമാകുന്നവരാരും തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന അയിത്തത്തിനും അതിക്രമത്തിനുമെതിരെ അവർക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മനുഷ്യാവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ അപഹാസ്യമാവുകയാണ്, വെല്ലുവിളിക്കപ്പെടുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നമുക്കൊരു വലിയ പാഠമാണ്. വരും കാലങ്ങളിൽ കൂടുതൽ രക്തസാക്ഷികളെ സർവകലാശാല സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് അനഘ ശശിയെ പോലുള്ള ഒരു പെൺകുട്ടി, അല്ലെ ദീപാമോഹനെ പോലെ ഒരാള്, അതുപോലെയുള്ള അല്ലെങ്കിൽ വിപിൻ വിജയനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നിതിൻ രാജിനെ പോലുള്ള ആളുകൾ ഒക്കെ തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും വളരെ കൃത്യമായും ഒരു ജ്ഞാനമണ്ഡലത്തിൽ നിന്ന് ഒരു ജനതയെ അപ്പാടെ തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് എന്നും യൂണിവേഴ്സിറ്റികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം യൂണിവേഴ്സിറ്റികൾ അവയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം യൂണിവേഴ്സിറ്റികൾ ഇല്ലാതെയാക്കപ്പെടുക തന്നെയാണ് ചെയ്യേണ്ടത്. ജ്ഞാനം എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ മണ്ഡലമാണ്. ജ്ഞാനമെന്ന് പറയുന്നത് വിമോചനമാണ് എന്ന ഒരു സത്യം നമ്മുടെ മുന്നിൽ നിൽക്കെ അത്തരം വിമോചനത്തിന് വേണ്ടി ഇനിയും സമരരംഗത്ത് ഇറങ്ങേണ്ടി വരുന്നു എന്നതാണ് അനഘ ശശിയുടെ അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.